ഒന്ന് കരയോ, ഒന്ന് നിലവിളിക്കോ, ആ രാജ്യത്ത് ജിഹാദികൾ പിടിമുറുക്കി എന്ന് പറഞ്ഞ് ഒന്ന് ആക്രോശിക്കോ? അതിന് സ്കോപ്പുണ്ട്, വകുപ്പുണ്ട്. എന്താ സംഗതി എന്നറിയോ? യു കെയിലെ ലീസ്റ്റർഷെയറിൽ അവിടുത്തെ മുസ്ലിം വനിതാ പോലീസ് ഓഫീസർമാർക്കായി വളരെ പെട്ടെന്ന് ഉപയോഗിക്കാനും അഴിച്ചു മാറ്റാനും കഴിയുന്ന മാഗ്നറ്റിക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു 2 പീസ് ടൈപ്പ് ഹിജാബ് ഡെവലപ്പ് ചെയ്തു. ആ ഹിജാബിൻ്റെ നിർമ്മാണത്തിൻ്റെ പരിശീലനത്തിലാണ് ലിസ്റ്റർഷെയർ പോലീസ്. 2020 ന്യൂസിലൻഡിൽ കൊണ്ടുവന്ന ഒരു ഹിജാബിൻ്റെ മാതൃകയെന്നോണമുള്ള പല സിസ്റ്റങ്ങളും ഈ ഇംഗ്ലണ്ടിലെ വിവിധ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പരീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? ഈ ഹിജാബ് ഈ വനിതാ പോലീസ് ഓഫീസർമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോലീസ് ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ഡി മൺഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന DMU എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചർമാർ ഇത്തരമൊരു പരീക്ഷണത്തിന് ശ്രമിച്ചു. ആ പരീക്ഷണം ഇപ്പോൾ സക്സസ്ഫുള്ളായി അതിൻ്റെ മോഡൽ നിർമ്മിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മൗദൂദി ചാനലും അടുപ്പൂട്ടി ചർച്ചയിലും ഒന്നും പുറത്തു വന്നതല്ല, BBC പുറത്തുവിട്ട ഒരു വാർത്തയാണത്. ഇതൊക്കെ വലിയ പുതുമയാണോ, ഇങ്ങനെയൊക്കെ നടക്കാറില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഇതിനൊന്നും ആരും വിദ്വേഷിക്കുകയോ വെറുക്കുകയോ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സ്കൂളുകളിലെ കുട്ടികൾ ധരിക്കുമ്പോഴോ നാട്ടിലാരെങ്കിലും ധരിക്കുമ്പോഴോ അത് ഭീകരവാദത്തിൻ്റെ അടയാളമാണ്, പേടി തോന്നുന്നു എന്നൊക്കെ പറയുമ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കപ്പെടുന്ന വെറുപ്പ് അനിവാര്യമായ ചില സത്യങ്ങളെ തടയാനാകില്ലെന്നും അത് അതിനേക്കാൾ ശക്തിയോടെ ഈ ലോകത്ത് നിലനിൽക്കുമെന്നുമുള്ളതിൻ്റെ തെളിവാണ് ഈ സംഗതി. 2010 ന്യൂസിലൻഡ് പോലീസിൽ ഈ പറയുന്ന സംഗതി നിർവഹിക്കുന്നതിന് ഹിജാബ് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിരുന്നു പോലീസ് ഓഫീസർമാർക്ക്. അതിൻ്റെ മോഡൽ കണ്ടാണ് യു കെയിൽ തുടങ്ങിയത്. യു കെയിൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 1 ക്ലോത്ത് പീസ് ആവുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇതിങ്ങനെ കയറ്റിയിടുമ്പോൾ പിന്നെ അത് ഊരണമെങ്കിൽ ഫ്രണ്ടിലേക്ക് തന്നെ അഴിച്ച് ഇങ്ങനെ നമ്മൾ മാറ്റിയെടുക്കണം. ഹിജാബ് അറിയാമല്ലോ നിങ്ങൾക്ക്, നിക്കാബല്ല, മുഖം മാത്രം കാണുന്ന ഇങ്ങനെ മൂടിയിടുന്നൊരു സംഗതി. ഇപ്പോൾ അതൊരു 2 പീസ് സംഗതിയാക്കി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്ത് ഇടാനും ഊരാനും എളുപ്പമുണ്ടാവും. എൻ്റെ ഒരു മനസ്സിലാക്കൽ, ഒരേ ടൈപ്പിലുള്ള 2 പീസ്, മേളിൽ എന്തെങ്കിലും മാഗ്നറ്റിക് സംഗതി കാണും, താഴെ എന്തെങ്കിലും മാഗ്നറ്റിക് സംഗതി കാണും. അപ്പോൾ എന്താണ്, മൊമെൻറ്റസ് ആയിട്ട് 2 സൈഡിലേക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്യാൻ കഴിയും. അത്തരമൊരു സംഗതി അവിടെയൊക്കെ പിന്നെ ചെയ്യുമ്പോൾ ഇവിടുത്തെ കൂട്ട് നമ്മുടെ തങ്കപ്പൻ തയ്യലുകാരനങ്ങ് അടിക്കുന്ന അല്ലെങ്കിൽ അസനാരൂട്ടി അടിക്കുന്ന ഒരു സംഗതിയൊന്നും അല്ലല്ലോ. അതിന് ആ ക്ലോത്ത് ഏത് ടൈപ്പ് വേണം, അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, അത് അവരുടെ ആരോഗ്യവുമായി എങ്ങനെയെങ്കിലും പ്രയാസമുണ്ടാകുമോ, അവരെ വർക്കുമായി എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ, അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് മാഗ്നറ്റിക് 2 പീസ് ഹിജാബ് എന്ന് പറയുന്ന സിസ്റ്റം ലീസ്റ്റർഷെയറിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഹിജാബ് വലിയ അപകടമാണ് എന്ന് പറയുന്ന ലോകത്താണിത്. അതിനെക്കുറിച്ച് BBCയിൽ അവിടുത്തെ നല്ല പോലീസ് ഓഫീസർമാർ, മുസ്ലിം വനിതാ പോലീസ് ഓഫീസർമാരും മറ്റിതര സമുദായത്തിലെ വനിതാ പോലീസ് ഓഫീസർമാരും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിൽ ഭയമില്ല, വെറുപ്പുമില്ല, വിദ്വേഷവുമില്ല. അവരുടെ പ്രതികരണത്തിലുള്ളത് തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നല്ല ഡിഗ്നിറ്റിയോടുകൂടി വളരെ കോൺഫിഡൻ്റായി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ അഭിനന്ദിക്കുന്നു എന്നതാണ് അവരുടെ പ്രതികരണം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഈ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരെ മുഴുവൻ അസ്വസ്ഥമാക്കിയാൽ ഒരു കുടുംബം എന്ന സങ്കല്പത്തിൽ ഒരു നാട്, ഒരു സമൂഹം എങ്ങനെ നിലനിൽക്കും? ചിലർക്കൊക്കെ അതിൽ ആശ്വാസവും സന്തോഷവും കാണും. ചില കുടുംബങ്ങളിൽ തന്നെ 5 പേരുണ്ടെങ്കിൽ അതിൽ പെൺമക്കളെയല്ല ഒരു സൈഡും ആൺമക്കളെയല്ല ഒരു സൈഡും ആക്കി ആസ്വദിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ എന്തു പറയും? എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പറയും ഇത് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയും. യഥാർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരുടെയും ഡിഗ്നിറ്റി അംഗീകരിച്ച് എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രാതിനിധ്യ ഭാവം കൊടുത്ത് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സമയം കിട്ടാതെ വന്നപ്പോൾ എനിക്കും പ്രാതിനിധ്യമായ സമയം വേണ്ടേ എന്ന് ചോദിച്ചില്ലേ ഹോർത്തൂസിൽ? ആ പ്രാതിനിധ്യ ഭാവത്തിലുള്ള സമയം പണിക്കർ അവിടെ മറുപടി പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ പ്രാതിനിധ്യ ഭാവത്തിലുള്ള സാന്നിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ജാതിക്കോ മതത്തിനോ വേണമെന്ന് പറഞ്ഞാൽ അത് വർഗീയതയാവും. എന്നാൽ പണിക്കർക്ക് വേണമെന്ന് പറയുന്നത് ഒരു അവകാശത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ പ്രാതിനിധ്യ ഭാവത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ നടപടിയെന്നാണ് അവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ പ്രതികരണം. ഏതായാലും അത്തരമൊരു വാർത്തയ്ക്ക് കുറച്ച് കൗതുകമുള്ളതുകൊണ്ടാണ് പങ്കുവച്ചത്.